കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു, വളരെ സന്തോഷമായി. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയാണ്. കളഭാലങ്കാരുണ്ടായത് കക്കാട് അനീഷോദിക്കനാണ്. വളരെ കേമായിട്ട് ഒരു ഉണ്ണിക്കണ്ണനെ അവിടെ ചാർത്തിയിട്ടുണ്ട്. ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം നോക്കിയാലേ അരയ്ക്ക് കീഴ്പോട്ട് ശരിക്കും കൂർമാവതാരമായിട്ടാണെന്ന് ശ്രീലകത്ത് ഭഗവാൻ നിൽക്കുന്നത്. മുകളിലാണെങ്കിലോ അരയ്ക്ക് കീഴ്പോട്ട് കൂർമാവതാരവും മുകളിൽ ഭഗവാനായ മഹാപ്രഭുവായിട്ടാണ് നിൽക്കുന്നത്. ചതുർബാഹുവായ മഹാപ്രഭു നാരായണനായിട്ടാണ് നിൽക്കുന്നത്. അത് വളരെ കേമായിട്ട് അനീഷോദിക്കൻ ചാർത്തിയിട്ടുണ്ട്. ശംഖ് ചക്രമൊക്കെ ഗദാപത്മത്തോടു കൂടിയ ആ ഒരു ചതുർബാഹുവായ നാരായണനെ ആണ്. ശംഖ് ചക്രം സ്വർണം കൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗദ ചന്ദനം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പത്മം താമരപ്പൂവ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ രസകരമായിട്ട് നല്ല കാഴ്ചയ്ക്ക് സന്തോഷമുള്ള തലത്തിൽ തന്നെയാണ്. തിരുമുടിമാലയൊക്കെ ചാർത്തിയിട്ട് ഇങ്ങനെ ഉണ്ടമാലയൊക്കെ ചാർത്തി ഗോപി തിലകമൊക്കെ വെച്ച് സ്വർണത്തിൻ്റെ ഗോപി തിലകമൊക്കെ വെച്ചിട്ടാണ് ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ ഇന്ന് കൂർമാവതാരത്തിൽ നിൽക്കുന്നത്. കഴുത്തിലും നല്ല മാല ഉണ്ട്. വളരെ കേമായിട്ട് അതിങ്ങനെ കൈകളിൽ കാൽത്തളകൾ എല്ലാം നിറഞ്ഞ ഒരു നെയ്വിളക്കിൻ്റെ പ്രൗഢിയിൽ, നെയ്വിളക്കിൻ്റെ തെളിച്ചത്തിൽ നിൽക്കുന്ന ഭഗവാന്റെ മുഖം, ആ രൂപം, ആ കൂർമാവതാര ഭഗവാന്റെ ആ രൂപം എന്താ ഒരു രസം കാണാൻ. അതിന്ന് കാണാൻ വലിയ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ആ ഒരു മഹത്തായ അനുഭവമാണ്. ഇന്നത്തെ ആ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ ഗുരുവായൂർ അമ്പലനടയിൽ വന്ന് അമ്പലത്തിൽ കൂടെ സോപാനപ്പടിയുടെ അവിടെ വന്ന് ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഗുരുവായൂരപ്പനെ, ആ കൂർമാവതാരമൂർത്തിയെ നേരെ ദർശിക്കുന്ന പ്രതീതിയിൽ നമ്മളെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ആ കാൽക്കൽ പാദനമസ്കാരം ചെയ്ത് അവിടെ എത്തിച്ച് നമ്മൾ സായുജ്യം അടയുക. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നല്ല ആ ഒരു ഇത്. വളരെ കേമായിട്ട് ഇന്നത്തെ അലങ്കാരം അനീഷോദിക്കൻ ചാർത്തിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.